ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് ബിഗ് ബോസിൻ്റെ ഹോട്ടൽ ടാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടാസ്ക്കാണ് കേട്ടോ. ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വേക്കൻസിയിൽ ആളെടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാറ് ഹോൺ അടിക്കുന്ന സമയത്ത് ഏത് നിമിഷവും ഇവിടെ ഗസ്റ്റ് വരും എന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും ആരാണ് വരാമെന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്കൊരു യൂണിഫോം മോഡൽ കൊടുത്തിട്ടുണ്ട്. ഒരു ജപ്പാൻ കൊറിയൻ ലുക്കിൻ്റെ ഡ്രസ്സ് പോലെ ആയിട്ട് ഒരു കഫ്താൻ മോഡൽ അടിപൊളിയായിട്ട് ഒരു വേഷമൊക്കെ ഇട്ടിങ്ങനെ ഗസ്റ്റിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കൊണ്ട് ഹോണടി മുഴുങ്ങി എല്ലാവരും അങ്ങോട്ട് ഗാർഡൻ ഏരിയയിലേക്ക് പോയി. നമ്മുടെ സാബു മോനാണ് പടി കടന്ന് വന്നിരിക്കുന്നത്. സീസൺ 1 വിന്നർ സാബു മോനെ ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗസ്റ്റിനെ ആനയിച്ചുകൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാബുവിന് തന്നെ വന്ന് കയറിയപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇത് വരുന്നുണ്ട്. എന്നിട്ട് ഋഷി പറയുന്നുണ്ട്, സാർ ഞാൻ ഇവിടുത്തെ HR ആണെന്ന് പറയുന്നത്. HR എന്താ റിസപ്ഷൻ കാര്യം എന്ന രീതിയിൽ. അപ്പോൾ തന്നെ ഋഷിയുടെ കിളി പോയി കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് പോകുന്നു. സാബു ഓരോ റൂമും പോകുന്നുണ്ട്. കിച്ചൺ ഏരിയ കാണുന്നുണ്ട്, വാഷ്റൂം ഏരിയ പോകുന്നുണ്ട്, ഓരോ റൂമും പോകുന്നുണ്ട്. പവർ റൂമിൽ കയറാൻ സമയമായപ്പോഴത്തേക്ക് സാർ ഇവിടെ ബിഗ് ബോസ് അനുവാദം തന്നിട്ടില്ല പവർ റൂമിൽ കയറാനായിട്ടെന്ന രീതിയിൽ. അങ്ങനെ അപ്സര പറയുന്നുണ്ട്, സാർ ഇത് ഞങ്ങളുടെ റൂമാണ് സാർ, ടണൽ റൂം നല്ല റൂമാണ് സാർ, ഇവിടെ കയറും സാർ, പാട്ട് പാടാം സാർ, സ്പാ ചെയ്യാം സാർ എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, സാബു ടണൽ റൂമാണ് താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ സാബു ചിരിച്ചിട്ട് വന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നു, വഴിയേ പോയി എന്നെ പിടിച്ച് കയറ്റാനായിട്ട്. അങ്ങനെ അവരെ പുറത്താക്കുന്നുണ്ട്. അവിടെ റൂം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹൗസ് കീപ്പിംഗ് ആൾക്കാർ എടുത്തു കൊടുക്കുന്നുണ്ട്. ലിവിങ് റൂമിൽ ഇരുന്നിട്ട് സാബുവിനെ ബിഗ് ബോസ് സ്വാഗതം ചെയ്യുകയാണ്. അതായത് തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സാബുവിന് ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം. മാത്രമല്ല ഒത്തിരി സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തിരക്കേറിയ ഒരു നടനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വേറെ ആരുമില്ല, നമ്മുടെ സാബു സീസൺ 1 വിന്നറാണെന്ന് തന്നെയാണ് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഫുഡ് കഴിക്കുന്ന ഉച്ചയ്ക്ക് അവർ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ടണൽ റൂമിലാണല്ലോ ആദ്യം താമസിക്കാൻ പോയിരിക്കുന്നത്. അങ്ങനെ ടണൽ റൂമുകാർക്ക് തന്നെ കോയിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാബു പറയുന്നുണ്ട്, സാർ ഈ ബിഗ് ബോസ് എനിക്ക് ഡൗട്ടുണ്ട്, ഈ കൊടുത്ത കോയിൻ നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിലൂടെ നിങ്ങൾക്കത് വാങ്ങാമെന്ന രീതിയിൽ. അപ്പോൾ സാബു പറഞ്ഞു, അത് വളരെ മോശമല്ലേ, കൊടുത്ത കാശ് തന്നെ തിരിച്ചു വാങ്ങുന്ന രീതിയിൽ. അങ്ങനെ ടണൽ ടീമിനാണ് ആദ്യമായിട്ട് കോയിൻ കൊടുത്തിരിക്കുന്നത് സാബു. ഇനി അടുത്തുള്ള ടീമുകാർക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊരു പിടിയില്ല. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പുതിയ അതിഥികൾ വരും. ഒന്നൊന്നര ടാസ്ക് തന്നെ കേട്ടോ, വേറെ ലെവൽ തന്നെയാണ്. ഞാനത് എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ ടിവിയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായി ഞാൻ വരാം. അതുവരെ നിങ്ങൾ ഇവിടെ പറയുന്നു വിജയ രമേഷ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. നെക്സ്റ്റ് റിവ്യൂമായി വരാം. അതുവരെ ബൈ.